This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ജോസ്ഗിരിയിലും രാജഗിരിയിലും ഉണ്ടായ രൂക്ഷമായ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണം സമീപത്ത് പ്രവർത്തിക്കുന്ന 2 കരിങ്കൽ ക്വാറികളാണെന്ന് രാജഗിരി പൈതൃക സംരക്ഷണ സമിതി ആരോപിച്ചു. ക്വാറികളുടെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ചെറുതും വലുതുമായ 16ഓളം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായതെന്നും കഴിഞ്ഞ 11 വർഷമായി യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന ഉഗ്ര സ്ഫോടനങ്ങളാണ് ദുരന്തത്തിന് കാരണമായതെന്നും ക്വാറികൾക്ക് അനുമതി നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും മേഖലയുടെ സുരക്ഷിതത്വം പഠിക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരവും അടിയന്തര പുനരധിവാസവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. പൈതൃക സംരക്ഷണ സമിതി ചെയർമാൻ സ്കറിയ നടുവിലേക്കുറ്റ്, കൺവീനർ ബിനോയ് മുതുകാട്ടിൽ തുടങ്ങിയവർ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടു. സർക്കാർ നിയോഗിച്ച എറണാകുളത്തു നിന്നുള്ള പ്രത്യേക ഏജൻസി ജോസ്ഗിരിയിലെത്തി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. ജോസ്ഗിരി പ്രത്യേകിച്ച് 8, 9, 10 വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള 16ഓളം ഉരുൾപൊട്ടലും 100 കണക്കിന് മണ്ണിടിച്ചിലുകളും നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെയേറെ കുടുംബങ്ങളും കൃഷിഭൂമിയും എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമാണ്. പൈതൃക സംരക്ഷണ സമിതി കാലങ്ങളായി ചൂണ്ടിക്കാണിച്ച കോറയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അനധികൃതമായ ഖനനവും പ്രവർത്തനങ്ങളുമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. ഓരോ നിയന്ത്രണമില്ലാതെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ മേഖലയിൽ കോറി ഉഗ്രസ്ഫോടനങ്ങൾ നടത്തി നമ്മുടെ മലമടക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ ഇവിടെ നടന്ന മണ്ണിടിച്ചിൽ. ഇതേ മലയോര മേഖലകളിൽ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകളോ മണ്ണിടിച്ചിലോ ഉണ്ടായിട്ടില്ല. പ്രളയമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നിയമം ലംഘിച്ച് നിയമപരമായ രേഖകൾ കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതേപോലെ ഇവർ നടത്തിയ നിയമലംഘനങ്ങൾ മുഴുവൻ കണ്ണടച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ കാണാത്ത കണ്ണടച്ച് ഇരുട്ടാക്കിയ കാര്യങ്ങളും എല്ലാം വിശദമായ അന്വേഷണം നടത്തി ഈ മേഖലയിൽ നടന്നിരിക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭരണാധികാരികളുണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം ഈ മേഖലയെ ഒരു കൃത്യമായ പഠനം നടത്തി ഇനി ഈ മേഖല സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള വിശദമായ ഒരു പരിശോധന നടത്തിക്കൊണ്ട് ആണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുള്ള പാരിസ്ഥിതിക ബോർഡിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തി കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് അദാലത്ത് നടത്തി അത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക മാറ്റേണ്ടതുകൊണ്ട് ഇവിടെ സംഭവിച്ച എല്ലാ അപകടങ്ങൾക്കും ദുരിതങ്ങൾക്കും ഗവൺമെൻറ് തലത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകി പരിഹരിക്കുകയും അതോടൊപ്പം ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകളുടെ പുനരധിവാസവും മാറ്റി താമസിപ്പിക്കലും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ കോറയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അതിൻ്റെ ഉടമയ്ക്കോ ഗവൺമെൻറ്റിനോ കിട്ടിയ ലാഭം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടി ഉണ്ടെങ്കിലും ഇപ്പോൾ ആ കോറ പ്രവർത്തിച്ചത് മൂലം ഇവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.